നിലമ്പൂരിൽ ചിത്രം തെളിയുന്നു. ബി.ജെ.പി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ചു. ആയിരങ്ങൾ പങ്കെടുത്ത റോഡ് ഷോയ്ക്കും പ്രകടനത്തിനും ശേഷമാണ് പത്രിക സമർപ്പിച്ചത്. പി.വി. അൻവറും എം സ്വരാജും പത്രിക സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ഗൌരവത്തോടെ കാണുന്നുവെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പത്രിക സമർപ്പിച്ച ശേഷം പറഞ്ഞു. ശിവദാസ് കന്മനം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശിവദാസ്, നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ഇനി ശക്തമായ ഒരു ചതുഷ്കോണ മത്സരം തന്നെയായിരിക്കും. എന്തായാലും രാഷ്ട്രീയ സമവാക്യങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിയും എന്നത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമല്ലേ? എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് തന്നെയായിരുന്നു എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കുന്ന പി.വി. അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇതോടെ നിലമ്പൂരിലെ ചിത്രം തെളിയുകയാണ്. ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടാവുക എന്നത് വളരെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ മുൻ എം.എൽ.എ കൂടിയായിരുന്ന പി.വി. അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് നിലമ്പൂർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി മുന്നിലുള്ളത്. അതായത് ജൂൺ 19 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി 17 ദിവസം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ പ്രചാരണം ശക്തമാക്കുക എന്നതാണ് മുന്നണികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓരോ നിമിഷവും വേണ്ടതാണ്. അതുകൊണ്ട് കയറിയുള്ള പ്രചാരണവും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നതും അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ പ്രചാരണം നടക്കുക. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച കഴിഞ്ഞ 2 തവണ പി.വി. അൻവർ ആയിരുന്നു ഇവിടെ എം.എൽ.എ ആയിരുന്നത്. പിന്നീട് നമുക്കറിയാം പി.വി. അൻവർ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് ആ മുന്നണിയിൽ നിന്നും പുറത്തു വന്നതാണ്. പിണറായി സത്തെ തകർക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പി.വി. അൻവർ എൽ.ഡി.എഫിൽ നിന്നും പുറത്തു വന്നത്. അതിനുശേഷം യു.ഡി.എഫിൽ ചേക്കേറാനുള്ള നീക്കങ്ങൾ അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ യു.ഡി.എഫിൽ കൃത്യമായ വി.ഡി. സതീശൻ അടക്കമുള്ളവർ എതിർത്തതോടെ അത് നടന്നില്ല. പല വഴികളും പി.വി. അൻവർ നോക്കിയിരുന്നു. സമുദായ സംഘടനാ നേതാക്കളുമായി ബന്ധപ്പെട്ടു, സുന്നി നേതാക്കളുമായി ബന്ധപ്പെട്ടു. അതോടൊപ്പം മുസ്ലിം ലീഗ് വഴിയും ചരടുവലി നടത്തിയെങ്കിലും അതൊന്നും തന്നെ വിജയിച്ചില്ല. ഏറ്റവും ഒടുവിൽ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിട്ട് പോലും അതിനുവേണ്ടി അൻവർ ശ്രമങ്ങൾ തുടർന്നു. മാത്രമല്ല അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥി ആക്കരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അൻവറിന്റെ ആ വാക്കുകൾ പോലും യു.ഡി.എഫ് നേതൃത്വം ചെവികൊണ്ടില്ല. അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. അങ്ങനെ അൻവറും തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഒരു വികസനവും നടക്കാത്ത ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. പ്രത്യേകിച്ച് മലയോര മേഖല കൂടുതൽ ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. വന്യജീവി ശല്യം രൂക്ഷമായ ഒരു ഇടം കൂടിയാണ് നിലമ്പൂർ. കഴിഞ്ഞ വർഷത്തിനുള്ളിൽ മാത്രം 8 പേരുടെ ജീവനാണ് ഇത്തരത്തിൽ വന്യജീവി ശല്യത്തിലൂടെ പൊഴിഞ്ഞിരിക്കുന്നത്. അത്തരം വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടത് വലത് മുന്നണികൾക്കെതിരെ ശക്തമായ ഒരു വികാരം ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഉപയോഗിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ എൻ.ഡി.എ മുന്നണിക്കുള്ളത്. എന്തായാലും ഇപ്പോൾ ശക്തമായ ഒരു പ്രചാരണത്തിന് തന്നെയാണ് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും ഇപ്പോൾ പ്രചാരണവുമായാണ് മുന്നോട്ട് പോകുന്നത്. ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.